കണ്ണൂർ എഡിഎമായിരുന്ന നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കേരളത്തിൽ കുറെ നാളായി സജീവമാണ്. അന്ന് നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് പോലീസ് അറസ്റ്റ് ചെയ്തത് CPM ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന PP ദിവ്യയായിരുന്നു. ഇപ്പോൾ ദിവ്യയുടേത് ആസൂത്രിതമായ നീക്കമായിരുന്നു എന്ന് തെളിയിക്കുന്ന കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നിരിക്കുകയാണ്. നവീൻ ബാബുവിന്റെ യാത്രയപ്പ് യോഗത്തിലായിരുന്നു ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി കടന്നു വരികയും കൈക്കൂലി വാങ്ങി എന്ന പേരിൽ അദ്ദേഹത്തിന് ഗുരുതര ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തത്. ഇതിൽ മനംനൊന്തുകൊണ്ടാണ് അന്ന് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്നാണ് കേസ്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ദിവ്യയോട് കളക്ടർ യാത്രയപ്പ് യോഗത്തിൽ വെച്ച് ആരോപണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കരുതെന്ന് കർശന താക്കീത് നൽകിയിരുന്നു എന്നാണ്. യാത്രയപ്പിന് ശേഷവും വൈകുന്നേരവും ദിവ്യ കളക്ടറെ വിളിച്ചു എന്നതിന് രേഖകളുണ്ട്. ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷൻ ഗീത IASന്റെ റിപ്പോർട്ടിലാണ് ഈ വിവരങ്ങളുള്ളത്. റിപ്പോർട്ടർ അംഗീകരിച്ചുവെന്നും കുറ്റക്കാരെ മാതൃകാപരമായി ശിക്ഷിക്കുമെന്നും മന്ത്രി രാജൻ വ്യക്തമാക്കി. നവീൻ ബാബുവിനെതിരെ ആരോപിച്ച അഴിമതികളെല്ലാം ലാൻഡ് റവന്യൂ വകുപ്പിന്റെ രേഖകൾ പരിശോധിച്ച് വെറും ആരോപണങ്ങൾ മാത്രമാണ് എന്ന് തെളിയിക്കപ്പെട്ടു. ഇതോടുകൂടിയാണ് ദിവ്യയുടേത് ആസൂത്രിതമായ നീക്കമായിരുന്നു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നത്. ലാൻഡ് റവന്യൂ വിഭാഗത്തിലെ തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥയാണ് ഈ വിവരങ്ങൾ ശേഖരിച്ചതും റിപ്പോർട്ടുകൾ പരിശോധിച്ചതും മൊഴികൾ രേഖപ്പെടുത്തിയതും ഉൾപ്പെടെ എന്നുള്ളതും കേസിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. ഒരു പെട്രോൾ പമ്പ് സ്ഥാപിക്കാൻ അനുമതി നൽകിയില്ല എന്നും അനുമതി നൽകുവാൻ വേണ്ടി കൈക്കൂലി ആവശ്യപ്പെട്ടു എന്നും കൈക്കൂലി നൽകാത്തതിന്റെ പേരിൽ കാലതാമസം ഉണ്ടാക്കി എന്നുമാണ് ദിവ്യ നവീൻ ബാബുവിനെതിരെ ആരോപിച്ച പരാതി. എന്നാൽ ഫയലുകൾ പരിശോധിച്ചതിൽ നിന്നും അത്തരത്തിലൊരു അനാവശ്യ കാലതാമസവും ഫയലുകൾ നീക്കുന്ന കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർക്ക് അന്വേഷണത്തിൽ തന്നെ വ്യക്തമായി. മാത്രമല്ല ഇത്തരത്തിൽ കാലതാമസം ഉണ്ടാക്കിയെന്നോ കൈക്കൂലി വാങ്ങിയെന്നോ തരത്തിലുള്ള യാതൊരുവിധ രേഖകളുമില്ല. മാത്രമല്ല അന്ന് യാത്രയപ്പ് സമ്മേളനത്തിലേക്ക് PP ദിവ്യ ക്ഷണിക്കപ്പെട്ടാണ് താൻ എത്തിയത് എന്നാണ് മൊഴി നൽകിയിരുന്നത്. എന്നാൽ രേഖകൾ പരിശോധിച്ചതിൽ നിന്നും PP ദിവ്യയെ ഒരാൾ പോലും ഈ സമ്മേളന സ്ഥലത്തിലേക്ക് ക്ഷണിച്ചിരുന്നില്ല എന്ന കാര്യവും വ്യക്തമായി. മാത്രമല്ല ഈ പരിപാടി തുടങ്ങുന്നതിന് മുൻപ് ജില്ലാ കളക്ടറെയും ജില്ലാ കളക്ടറുടെ PAയും 4 പ്രാവശ്യം ദിവ്യ നേരിട്ട് സംസാരിച്ചതിന് രേഖകളുണ്ട്. ഇത്തരത്തിൽ സംസാരിക്കവേ ജില്ലാ കളക്ടർ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കാനാണ് വരുന്നതെങ്കിൽ ഈ വേദിയിലേക്ക് വരരുത് എന്നും ആരോപണം ഉന്നയിക്കാൻ ഇതൊരു ഉചിതമായ സ്ഥലമല്ല എന്നും പരിപാടി തുടങ്ങുന്നതിന് മുന്നേ തന്നെ പറഞ്ഞിരുന്നു. അത്തരത്തിൽ കളക്ടറുടെ ഒരു എതിർപ്പിനെ പോലും മറികടന്നുകൊണ്ടാണ് ദിവ്യ ഈ വേദിയിലേക്ക് കടന്നു വരികയും യാതൊരുവിധ രേഖകളും തെളിവുകളും ഇല്ലാതെ ഒരു വ്യക്തിക്കെതിരെ ഇത്തരം ആരോപണം ഉന്നയിക്കുകയും ചെയ്തത്. ഇതിനു പുറമെ ഇത് പൊതുജനത്തിന്റെ മുന്നിലും മാധ്യമങ്ങൾക്ക് മുന്നിലും അഴിമതി നടത്തിയെന്ന പേരിൽ എത്തിക്കുന്നതിനും വ്യക്തമായ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. കണ്ണൂരിലെ പ്രാദേശിക മാധ്യമ പ്രവർത്തകരെ ആ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തിയതും ദിവ്യ തന്നെയാണ്. ഈ സംഭവങ്ങളെല്ലാം മാധ്യമ പ്രവർത്തകരോട് ശേഖരിക്കാനും ഒടുവിൽ അത് തനിക്ക് അയച്ചു തരാനും ദിവ്യ ആവശ്യപ്പെട്ടിരുന്നു. ഇതനുസരിച്ച് ദിവ്യ ഇതെല്ലാം മാധ്യമ പ്രവർത്തകരിൽ നിന്ന് ശേഖരിക്കുകയും ചെയ്തതിന് രേഖകളുണ്ട്. ചുരുക്കത്തിൽ ആസൂത്രിതമായി ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ അദ്ദേഹത്തിന്റെ യാത്രയപ്പ് സമ്മേളനത്തിൽ അതിക്രമിച്ചു കയറി അപകീർത്തിപ്പെടുത്തുകയും അത് ഗൂഢലക്ഷ്യത്തോടു കൂടി ചിത്രീകരിക്കാൻ ആവശ്യപ്പെടുകയും ആ രേഖകൾ കൈവശം വെക്കുകയും അദ്ദേഹത്തെ പൊതുസമൂഹത്തിന് മുന്നിൽ മോശക്കാരനാക്കി ചിത്രീകരിച്ചുകൊണ്ട് ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയും ചെയ്തു എന്നുള്ള ഗുരുതര കുറ്റങ്ങളാണ് ഇനി ദിവ്യയുടെ മേലുള്ളത്. ഗവൺമെന്റ് പ്രധാനമായും പരിശോധിച്ചത് ദിവ്യ ആരോപിച്ച അഴിമതിയിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ, ആരെങ്കിലും ക്ഷണിച്ചിട്ടാണോ ആ വേദിയിലേക്ക് ദിവ്യ വന്നത് എന്നുള്ള 2 കാര്യങ്ങളായിരുന്നു. എന്നാൽ ഇത് രണ്ടും തെറ്റാണ് എന്ന് വന്നതോടുകൂടി ഗവൺമെന്റ് ഗീത IASന്റെ റിപ്പോർട്ട് പൂർണ്ണമായും ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ രേഖകളും തെളിവുകളും സംസാരിക്കുമ്പോൾ PP ദിവ്യക്കെതിരെ ഗുരുതര കുറ്റകൃത്യത്തിന് ഇനി കേസെടുക്കുക മാത്രമാണ് ചെയ്യാറുള്ളത്. ഗൂഢലക്ഷ്യത്തോടെ ഒരു മനുഷ്യനെ ഇല്ലാതാക്കിയത് ഏത് രാഷ്ട്രീയ പാർട്ടിയിലും ഏത് അധികാര കസേരയിലും ഇരിക്കുന്ന ആളായാലും ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് ദിവ്യയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന സമയത്തിലേക്ക് വേണ്ടിയാണ് ഇനി കാത്തിരിക്കുന്നത്.